ഈ ഇലക്ഷനിൽ BJP അതിശക്തമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ സജീവമായ സീറ്റുകൾ പിടിച്ചെടുക്കും എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ലക്ഷണങ്ങൾ എങ്ങനെ വിലയിരുത്തും? ലക്ഷണങ്ങൾ വളരെ ഭംഗിയായിട്ട് അണിയറ നീക്കങ്ങൾ നടക്കുക. പാഞ്ചജന്യം ഇപ്പം നാളെ മുഴങ്ങാൻ പോകുന്നേ ഉള്ളൂ. പുത്തരിക്കണ്ടം മൈതാനത്ത്, അതായത് സാക്ഷാൽ ശ്രീ പത്മനാഭൻ്റെ മുമ്പിൽ നാളെ പ്രധാനമന്ത്രി വന്ന് നിന്ന് ചില പ്രഖ്യാപനങ്ങളൊക്കെ അങ്ങ് നടത്തും. ഈ പ്രഖ്യാപനങ്ങൾ ഒന്നൊന്നര പ്രഖ്യാപനമാണ്. അമൃത എക്സ്പ്രസ് അതിൻ്റെ ഉദ്ഘാടനം നടക്കും. കവച് ഉള്ള, അതായത് ഒരിക്കലും അപകടം പറ്റാത്ത ട്രെയിന്, ഏറ്റവും സുരക്ഷിതവുമായി സുഖയാത്രയ്ക്ക്, ശുഭയാത്ര എന്ന് പറയുന്നത് ഇപ്പോഴാണ് സഫലമാകുന്നത്. വന്ദേ ഭാരതം വന്നതിന് ശേഷം. അതിനു മുമ്പ് അശുഭയാത്രയായിരുന്നു. അതിനൊക്കെ മാറ്റം കുറിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തന്നെ ഈ യാത്രയ്ക്ക് മാറ്റം വരുന്ന പ്രഖ്യാപനങ്ങൾ വരാൻ പോകും. പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്നതും കഴിഞ്ഞതിന് ആധാരമാക്കി ഒരു ചവിട്ടുപടിയാണ്. 18ാം പടിയിലേക്ക് കടക്കാൻ 18 പടികളുണ്ടല്ലോ. ആദ്യത്തെ പടിയിലുള്ള ചവിട്ടാണ് ശ്രീപത്മനാഭൻ്റെ മുമ്പിലെ ആ വിജയം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയ ആ വിജയം. അവിടെ നിന്ന് ചവിട്ടുകയാണ്, ദ റൈറ്റ് സ്റ്റെപ്പ്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഈ 18 പടിയും കയറണം. അതിന് പ്രധാനമന്ത്രി വന്നിട്ട് അങ്ങ് പോവും. ഇതിൻ്റെ അമരക്കാരൻ എന്ന് പറയുന്നത് ആരെന്നറിയാമോ? അമിത്ഷാ. സാക്ഷാൽ അമിത്ഷായാണ്. അമിത്ഷാ ഒന്ന് തീരുമാനിച്ചാൽ അത് ഉറപ്പായി നടപ്പാകും. പക്ഷേ അമിത്ഷാ ഇതിനു മുമ്പുള്ള ഇലക്ഷനിൽ തീരുമാനിച്ചതല്ലേ? തീരുമാനിച്ചിട്ടില്ല. മോട്ടിവേഷനിലാണത്. നമ്മളിപ്പോൾ നിങ്ങൾ ആ ഉയരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത്ര ഉയരം പോകാനല്ല മനസ്സിൽ കണ്ടിരിക്കുന്നത്. എങ്കിലേ 18ാം പടി കടക്കാൻ പറ്റും. ഉയരം പിന്നെ മകരനക്ഷത്രത്തിലേക്ക് പോകാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനൊരു ഇടവേള ഉണ്ട്. അതിലേക്ക് നയിക്കാൻ വേണ്ടി പക്ഷേ നമുക്ക് അങ്ങേയറ്റം കാണിക്കേണ്ടി വരും. നക്ഷത്രത്തിൽ നോക്കിയെങ്കിലേ നിങ്ങൾക്ക് മരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റും. അത് തന്നെയാണ് സംഭവം ഇവിടെ. അതിന് എത്ര പാടുപെട്ട രണ്ടിൽ നിന്ന് ഇത് മറ്റേ BJP തന്നെ ഇത് കൊണ്ടുപോയത്. അമിത്ഷായും ഒക്കെ രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രയാസം. സ്ട്രാറ്റജി അതിലേക്ക് വരാം. അതായത് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചതന്ത്രം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് BJP. പക്ഷേ ഇടതുപക്ഷത്തിന്റെ പത്മവ്യൂഹത്തെ അവർക്ക് തകർക്കാൻ പറ്റുമോ? പഞ്ചതന്ത്രത്തിലൂടെ തകർക്കാൻ പറ്റും. അതാണ് ഈ തന്ത്രം. മനസ്സിലായില്ലേ? പത്മവ്യൂഹം എന്ന് പറയുന്നത് ശരിക്കും സ്വയം പത്മവ്യൂഹത്തിൽ കിടക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷം തന്നെ. സ്വയം കുഴിച്ച കുഴിയിൽ വീണ് കിടന്ന് പെട്ടയ്ക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷം. അതിനിടയിലേക്കാണ് ഒരു പിടയിലുമില്ലാതെ ശരിയായിട്ടുള്ള ചുവടുവെപ്പുകളോടുകൂടി BJP കടന്നു വരുന്നത്. അവിടെ വലിയൊരു മാറ്റം വരാൻ പോകുന്നു. അത് ഞാൻ ആദ്യമേ പറയാൻ പ്രധാനപ്പെട്ടതായതുകൊണ്ട് വലിയൊരു ഷിഫ്റ്റ് വരാൻ പോകുന്നു. വികസന മന്ത്രം മാത്രമല്ല, അവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ ശബരിമലയുടെ മന്ത്രം കൂടിയുണ്ട്. ഓരോന്നായിട്ട് ഞാൻ അക്കമിട്ട് നിരത്തി പറയാം. ഓരോന്നായിട്ട്. അതായത് 5 തന്ത്രങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചതന്ത്രം എന്ന് പറഞ്ഞത്. BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഇറ്റ് ഈസ് ഒഫീഷ്യൽ. പക്ഷേ രഹസ്യമാണ്. ഇതൊന്നും പുറത്തു പറയുന്ന പരിപാടിയില്ല. ഒന്നാമത്തെ കാര്യങ്ങൾ, എല്ലാ ഘട്ടങ്ങളിലും ഇതിന് മേൽനോട്ടം വഹിക്കുക അമിത്ഷാ ആയിരിക്കും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയൊരു ശരിക്കും പറഞ്ഞാൽ വാർ റൂം തുറന്നിരിക്കുന്നു. ചീഫ് ഓഫ് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത് അമിത്ഷാ ആയിരിക്കും. അമിത്ഷാ ഒരു വാക്ക് പറഞ്ഞത് തന്നെയാണ്. കാശ്മീരിൽ ആ വകുപ്പ് എടുത്ത് കളയുമെന്ന് പറഞ്ഞല്ലോ. അതിനെ ഇന്ത്യയിൽ നിന്ന് വിഭിന്നമാക്കുന്ന ഒരു വകുപ്പ് അതെടുത്ത് കളഞ്ഞില്ലേ? പുഷ്പം പോലും എടുത്ത് കളഞ്ഞില്ലേ? ടെററിസം ഏതാണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ടെററിസം കുറഞ്ഞിട്ടില്ലേ? മൂന്നാമത്തെ കാര്യം, നക്സൽ 2026 അവസാനിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. 2026 ജനുവരി തന്നെ ഏതാണ്ട് കീഴടങ്ങിക്കൊണ്ട് സറണ്ടറായി. ഇന്ത്യയിൽ ഈ നക്സലിസം അവസാനിപ്പിക്കാവുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി വിചാരിച്ചിരുന്നു അതിന് മുമ്പ് വരെ? അത് സത്യമാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുക. കോറിഡോർ വഴി എന്തെല്ലാം VC ശുക്ലയും കുടുംബത്തെയും കൊന്നവരല്ലേ? ആ ശാപത്തിൽ നിന്ന് ഇന്ത്യയെ മോചിതമാക്കിയത് ആരാ? BJP ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെയാണ് BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. തുറന്നില്ലേ? അക്കൗണ്ട് തുറക്കുന്ന ആ സത്യം കഴിഞ്ഞു. ഇനി അടുത്തത് നിയമസഭ എന്ന് പറയുന്നത് അവർക്ക് തിരക്കൊന്നുമില്ല. ഈ പ്രാവശ്യം നിർണായകമായ സ്വാധീനം ഉണ്ടാവുക. അതിനൊരു അന്തരീക്ഷം ഇപ്പോൾ SNDP NSSും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. KC വേണുഗോപാലും കൂടെ ചേർന്നാണെന്ന് പറയുന്നു. VD സതീശനെ അങ്ങ് ഒഴിവാക്കുക. UDFിൻ്റെ മോഹം. കുറേ വോട്ടുകൾ UDFിന് അതുവഴിക്ക് നഷ്ടമായിട്ടുണ്ട്. കാരണം ഏറ്റവും പോപ്പുലറായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹമായിരുന്നു കോൺഗ്രസിൽ. അവിടെ ഇടിഞ്ഞു.
അദ്ദേഹത്തെ കോൺഗ്രസിന്റെ റേറ്റിംഗ് അത് ബിജെപിക്ക് സാധ്യത കൂട്ടുമെന്നാണ്. കൂട്ടുവാണ്. മുസ്ലിം ലീഗിനെ ഇവർ കൊണ്ടു നടക്കുന്നതിനെതിരാണ് വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ ആര് സുകുമാരൻ നായർ. ഇവർ രണ്ടും കൂടെ കൂട്ടു കെട്ടുമ്പോൾ അവരുടെ ഉന്നം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഹിന്ദു വോട്ടുകൾ ബിജെപിക്ക് ലഭിക്കുമോ CPM ലഭിക്കുമോ? അതൊരു പ്രശ്നമല്ലേ? അല്ല, മുസ്ലിം ലീഗിനെ എതിർക്കുകയാണ് ഇവര്. അത് സമ്മതിച്ചു. അപ്പോൾ ഇപ്പുറത്തെ നിൽക്കുന്ന ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ ആർക്ക് കിട്ടും? BJPക്കാണോ CPM-നാണോ കൂടുതൽ സാധ്യത? ഇപ്പൊ അത് മനസ്സിലായില്ലേ? ഇത് ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹം ഇതിനെ അനുകൂലിക്കും. ഹിന്ദു സമൂഹം ഇവര് ആരെ BJPക്ക് സാധ്യതയായിട്ട് മാറും. BJPക്ക് അല്ല വരിക. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് ഒരു ഊഴം കൂടി കൊടുക്കുക എന്നുള്ള അന്തിമ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ്. BJPക്ക് അല്ല, BJPയോട് അവർക്ക് താല്പര്യമില്ല. LDF വീണ്ടും ജയിച്ചോട്ടെ. ആ ഒരു ഇപ്പൊ 3% വ്യത്യാസമുണ്ട്. UDF ഇപ്പം മുന്നിട്ട് നിൽക്കുക. ആ 3% ഇല്ലാതാക്കാൻ ഇവർ വന്നു കഴിഞ്ഞാൽ എന്താവും? തൂക്കുസഭയായിരിക്കും. രണ്ടുമായിട്ട് തുല്യം. ആ തൂക്കുസഭ അത് തീർക്കട്ടെ. ഈ തൂക്കുസഭ വന്നു കഴിഞ്ഞാൽ 2 or 3 സീറ്റേ ഉള്ളെങ്കിലും അവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന കിങ് മേക്കർ ആരായിരിക്കും? BJP. പക്ഷെ അപ്പോഴും അങ്ങനെയെങ്കിലും എന്തെങ്കിലും അന്തർധാരകളൊക്കെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടല്ലോ. അന്തർധാരകളുണ്ടല്ലോ. അതിനെക്കുറിച്ച് റിപ്പോർട്ടുകളൊന്നും നിലവിൽ വന്നിട്ടില്ല. ഒരു കേന്ദ്രത്തിന്റെ ഒരു മന്ത്രി അഥാവിലെ ഇവിടെ പോയല്ലോ, രാംദാസ് അഥാവിലെ എന്ന് പറയുന്ന മന്ത്രി, പിന്നോക്കക്കാരനായ മന്ത്രിയാണ്. പിണറായി വിജയനെ കൂടി NDAയിൽ വന്ന് കേരളത്തിന്റെ വികസനം വേണം. CPM-ഉം എല്ലാം NDAയിലോട്ട് ചേർന്നു. കേരളത്തിന് വികസനം വേണമെങ്കിൽ നിങ്ങളല്ലാതെ ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം കടന്ന് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യം ഓർക്കുന്നത്, അതായത് കുറച്ച് നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ സാറ് ശ്രദ്ധിച്ചു കാണും, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഗവർണർ മുഖ്യമന്ത്രി പോരില്ല. ഇതിന് മുൻപിരുന്ന ഗവർണറിൽ നിന്ന് തുടർന്ന് ഈ ഗവർണറിലും അതിനേക്കാൾ ശക്തമായിട്ട് തുടങ്ങിയതാണെങ്കിലും പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ഗവർണർക്കെതിരെയുള്ള സമരങ്ങളുമില്ല. ഗവർണറുമായിട്ട് അനുനയത്തിൽ പോകുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ BJPയും CPM-ഉം തമ്മിൽ കോൺഗ്രസിനെ അകറ്റി നിർത്തി അവരുടേതായ ഒരു കൊള്ള ഭരണകൂടം, ആരും വലിയ മോശമൊന്നുമല്ല, വരുന്നതിന് തടയാനെന്ന CPM-ന്റെ ആ ഒരു ആഗ്രഹത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യത്തിന് CPM-ഉം കൂടെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് കാർമ്മികത്വം വഹിക്കുവാനായിട്ട് അത് തുടരുന്നു എന്നതാണ് ഈ ഗവർണറുടെ ബുദ്ധിപരമായ മൗനത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ആ വഴിക്ക് പോകണ്ട. നമ്മൾ ഇനി പഞ്ചതന്ത്രത്തിലെ രണ്ടാമത്തെ കാര്യം, അതായത് ജയസാധ്യതയുള്ള 50 സ്ഥാനാർത്ഥികളെ അവരിപ്പം കണ്ടെത്തും. 50 സ്ഥാനാർത്ഥി ഉടൻ പ്രഖ്യാപിക്കും. 2 ദിവസം കണ്ടെത്തി നമ്മളോട് പറയണമെന്നില്ല, അവരങ്ങ് തീരുമാനിക്കും. ഈ 50 സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളായിട്ട് ആര് വരണമെന്ന് അറിയാമോ? താരപരിവേഷണം ഉള്ളവർ വേണം, നിസാരക്കാരൊന്നും പറയാം. സ്റ്റാർ വാല്യൂ ഉള്ള സ്ഥാനാർത്ഥികളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പാർട്ടിയുടെ ഭാരവാഹി ദീർഘകാലം ഇരുന്നു അതൊന്നും മാനദണ്ഡമല്ല. ആ രീതിയിലുള്ള ആൾക്കാരെ എടുക്കും. പിന്നെ പ്രായപരിധി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ ഒരു കാരണവശാലും രാജഭവനിലൊന്നും സാധ്യതയില്ല. നെവർ. ചെറുപ്പക്കാർ കണ്ടില്ലേ, അവരുടെ ദേശീയ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞാൽ 45 വയസ്സുള്ള ആളിനെയാണ് പ്രസിഡന്റായിട്ട് വെച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഷോൺ ജോർജിനൊക്കെ വലിയ സാധ്യതകൾ വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. യുവാക്കൾക്ക് അല്ലാതെ യുവതികൾക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കളിയുണ്ട്, അങ്ങനെയുള്ളവർക്കും വലിയ സാധ്യതയാണ് വരുന്നത്. പിന്നെ വലിയൊരു ഞെട്ടൽ, ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതുവരെ വികസനത്തിന്റെ രാഷ്ട്രീയമാണല്ലോ രാജീവ് ചന്ദ്രശേഖർ ഈ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചത്. ഇനി അതങ്ങ് മാറ്റിവെക്കാൻ പോവുക. മാറ്റിവെച്ചിട്ട് ശബരിമല വിഷയം ഓരോ വീടുകളിലും പോയി വളരെ പാത്രം കഴിയൊക്കെ വെറുതെ ആവുമെന്നാണ് സാർ പറയുന്നത്. അതെ, വലിയ വിഷയമായിട്ട് ഇപ്പോൾ ഗ്രഹസന്ദർശനം നടത്തുന്നുണ്ട് CPM. വളരെ വിജയകരമായിട്ട് ഗ്രഹസന്ദർശനം നടത്തി വിജയിച്ചിട്ടുണ്ട് അവർ. അതുപോലെ ശബരിമല വിഷയം, അതിൻ്റെ ഒരു വ്യാപ്തി എല്ലാം കൂടി എല്ലാ വീടുകളിലും പറയാൻ പോവാണ് ഇവർ. ഗ്രഹസന്ദർശനം പ്രധാന പരിപാടി. അതോടുകൂടി ED ഇപ്പൊ കണ്ടോ, ഒരൊറ്റ വേട്ട കൊണ്ട് തന്നെ ഉണ്ണകൃഷ്ണൻ പോറ്റി ആരാണെന്ന് തെളിയിച്ചു കൊടുത്തില്ലേ, ഒന്നുമില്ല എന്ന് EDയും പോലീസും ഒരു വരുമാനമില്ലാത്ത ആളെന്ന് പറഞ്ഞ ആള് കണ്ടില്ലേ, ടാക്സ് കൊടുക്കാത്ത ആള്. കുഴപ്പമില്ല, ഇയാൾ ടാക്സ് തരുന്നില്ല, ഇയാൾക്ക് വരുമാനമില്ല. 3.1 കോടിയുടെ സ്വത്ത് കണ്ടെത്തിയത് കണ്ടോ ഒറ്റ ദിവസം കൊണ്ട്. 3 സംസ്ഥാനങ്ങളിൽ 21 ഇടങ്ങളിൽ അന്വേഷണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കള്ളം മുഴുവൻ വെളിച്ചത്താക്കി. ഇനിയിപ്പോൾ അവരുടെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? സോണിയാഗാന്ധിയിലേക്കായിരിക്കും പോകുന്നത്.
അന്വേഷണം അത് സോണിയ കേരള രാഷ്ട്രീയത്തിന് അതോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവാണത്. ദേശീയ വാർത്തയായിരിക്കും അപ്പൊ ശബരിമല. അങ്ങനെയും കൂടെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഠിം എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസ് അവിടെ തീർന്നു. തീർന്നു. അതെ. ഇനിയും പറയാം. എന്നിട്ട് ഇപ്പൊ CPM വന്നാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഒരു പ്രാവശ്യം കൂടി പിണറായി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ CPM ഠിം എന്നാവുമെന്ന് അവർക്കറിയാം. ഇനി അങ്ങോട്ട് താഴോട്ട് പോകാനില്ല. ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു. VD സതീശിനേക്കാൾ താഴെയാണ് പിണറായിജിയുടെ പോപ്പുലാരിറ്റി. അതുപോലെ UDF-നേക്കാൾ 3% താഴെയാണ് LDF-ന്റെ വോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ഒരു സർവേ അനുസരിച്ച്, ഏറ്റവും NDTV നടത്തിയ സർവേ അനുസരിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയും ആചാര ലംഘനങ്ങളും വീടുകൾ തോറും കയറിയിറങ്ങി ശക്തമായി പ്രചരിപ്പിക്കും. അല്ല ഈ തന്ത്രിയുടെ അനുകൂലമായിട്ടൊന്നും പറയുന്ന പരിപാടിയില്ല. തന്ത്രി ഉപ്പ് തിന്നവനാണെങ്കിൽ സംരക്ഷിക്കാനൊന്നും BJP മുന്നോട്ട് വരുന്നില്ല. പിന്നെ പരമ്പരാഗത തെരഞ്ഞെടുപ്പ് രീതിയിൽ നിന്നുള്ള മാറിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കണ്ടില്ലേ നമ്മൾ വോട്ടേഴ്സ് സ്ലിപ്പിനകത്ത് QR കോഡ് വെച്ചിട്ട് എന്തൊക്കെയാണ് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ നടക്കുക എന്നുള്ള ഓരോ വോട്ടറുടെയും കൈകളിലെത്തിക്കുക. നിങ്ങളുടെ ബൂത്ത് ഏതാണെന്നുള്ളതിൻ്റെ വഴി കാണിക്കുന്ന സൂചകങ്ങൾ. കാരണം അങ്ങനെയെല്ലാം ചെയ്ത് പുതിയ തന്ത്രങ്ങൾ പയറ്റുകയാണ് ഇവര്. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും യുവജനങ്ങൾക്കിടയിലെങ്കിലും വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് അമിത്ഷായും കൂട്ടരും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ തന്ത്രവും അവരുടെ പാഞ്ചജന്യവും മുഴങ്ങിക്കഴിഞ്ഞു. നാളെ അത് കുറച്ചുകൂടി ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം, വ്യക്തതയോടുകൂടി നമുക്ക് കേൾക്കാം. ഈ പ്രാവശ്യം അങ്ങനെ അസംബ്ലിയിൽ താമര വിരിയാതിരിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവർ തന്നെ നശിപ്പിച്ചില്ലെങ്കിൽ അമിത്ഷാ പഴുതുറ്റ നടപടി, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു CEO ആണ്, നല്ലൊരു CEO ആണ് അദ്ദേഹം. പട നയിക്കും, മുന്നിൽ നിന്ന് തന്നെ അദ്ദേഹം പട നയിക്കും, പിന്നിൽ നിന്നല്ല ഈ പ്രാവശ്യം പട നയിക്കുക എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയാണ് ചില സംസ്ഥാനങ്ങളൊക്കെ പിടിച്ചത് അദ്ദേഹം. അതുപോലെ അതിൻ്റെ തുടക്കമിടും ഈ പ്രാവശ്യം നമുക്ക് ന്യായമായിട്ടും കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.